Hi guys, welcome back to my channel Surumi Bros. Today video ഒരു ടിപ്സ് വീഡിയോ ആണ്, ഒരു ബാത്റൂം ക്ലീനിങ് വീഡിയോ ആണ്. ക്ലീനിങ് വിഷയത്തിൽ ഏറ്റവും നമുക്ക് മടിയുള്ള ഒരു കാര്യമാണ് ബാത്റൂം ക്ലീനിങ്. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കത് ചെയ്യാതിരിക്കാനും വയ്യ. നമ്മുടെ കുട്ടികളുടെ ഹെൽത്തിനും അതുപോലെ ഫാമിലിയുടെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി നമുക്കാണുള്ളത്. ആ ഒരു കാര്യം വിചാരിക്കുമ്പോൾ നമ്മളെല്ലാവരും എത്ര മടിയാണെങ്കിൽ കൂടിയിട്ടും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ ഇൻട്രോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര ബാഡായിട്ട് കിടക്കുന്ന, നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന ബാത്റൂം ആകുമ്പോൾ കൂടുതൽ പൊടി പിടിച്ചിട്ട് അഴുക്കതിൽ പറ്റി പിടിക്കും. അത് പെട്ടെന്ന് കളയാനുള്ളൊരു കിടിലൻ ടിപ്സ് വീഡിയോ ആണിത്. ഇൻട്രോയിൽ കണ്ട പോലെ എത്ര കഠിനമായ കറകളെയും ഒരു 10 മിനിറ്റ് കൊണ്ട് അത് ഇളക്കി മാറ്റും. അതിന് നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. അതായത് കുട്ടികളുടെ റൂമിൽ പോലും, കുട്ടികൾക്ക് പോലും ഇനി നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മക്കളോട് പറയണ്ട, അതിൽ നിന്ന് ഒരു ടിഷ്യൂ എടുത്തിട്ട് ബാത്റൂമിലിട്ട് 10 മിനിറ്റ് കൊണ്ട് അത് ക്ലീൻ ആയിക്കൊള്ളുന്നു. ഇങ്ങനെ ഒരു ടിപ്സ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ മക്കളും അവർ യൂസ് ചെയ്യുന്ന ബാത്റൂം അവർ കഴുകും. ഒരു പണിയും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ്, ഈ ടിഷ്യൂ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ടിഷ്യൂ പേപ്പർ മാത്രമല്ല, അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു കിടിലൻ റെസിപ്പി ഉണ്ട്. അപ്പോൾ അതാണിത്. നമുക്കതിന് വേണ്ടിയിട്ട് എഗ്ഷെല്ലാണ്, മുട്ടത്തോട്. അതൊരിക്കലും കളയരുത്, അത് നമ്മൾ എടുത്ത് വെക്കുക. അതുപോലെ നമ്മൾ യൂസ് ചെയ്യാതെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ ഇതിന് വേണ്ടിയിട്ട് വേണം. ഞാൻ കോഴിമുട്ട പൊരിച്ചപ്പോൾ എടുത്തു വെച്ചതാണിത്. എൻ്റെ ചെടികൾക്ക് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്ത് വെക്കാറുള്ളത്. കുറച്ചാകുമ്പോൾ അതുകൊണ്ടൊരു നമ്മുടെ തേയിലപ്പൊടി ഇട്ടിട്ടൊരു കൂട്ടുണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കലാത്തിയ ചെടികൾക്കും എല്ലാം അതുപോലെ കലേഡിയം ചെടികൾക്കെല്ലാം നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചപ്പോൾ ആ ടൈമിലാണ് വേറൊരാൾ ഈ ഒരു ടിപ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എഗ്ഷെല്ലും അതുപോലെ പൗഡറും സെയിം ആയിട്ട് എടുക്കുക. ഇനി നല്ല പൗഡർ ആയാലും പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ ആകുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കാണുന്നത്. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം കൂടി റിമൈൻഡർ ചെയ്യിപ്പിക്കുകയാണ്. ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഒരിക്കലും മക്കളോ ആരും മുഖത്തിടാൻ ഒരിക്കലും ഒരു സാധ്യത കൊടുക്കരുത്. അതോടൊപ്പം നമുക്ക് തീരെ കനം കുറഞ്ഞ ടിഷ്യൂ പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇതിപ്പോൾ എഗ്ഷെല്ലും പൗഡറും കൂടെ സെയിം ആക്കി എടുത്തിട്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി കുറച്ച് പൊടിക്കാത്തത് അവിടെ നമ്മൾ മാറ്റിയെടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 സ്പൂൺ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്, ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് ഞാൻ വിനിഗർ എടുത്തിട്ടുണ്ട്. ഇതൊരു നമ്മൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുമ്പോൾ അതിലൊരു പതയിലും കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊരു ഇത്തിരി വിമ്മിൻ്റെ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രില്ല് ഏതായാലും കുഴപ്പമില്ല. ഇനി ബാത്റൂം കഴുകുന്ന ആർപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ടിഷ്യൂ പേപ്പർ 4ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നും ഓരോ ഉരുള എടുത്തിട്ട് ഇതിലേക്ക് വെക്കുക. ഇതാണ് ടിഷ്യൂ ബോംബ്. ഇനി കുറച്ച് ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബാത്റൂമിൻ്റെ ചുമര്, അതുപോലെ നമ്മുടെ ബാത്റൂം ടാങ്കില്ലേ, നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന ആ ടാങ്ക്, അതാണ് ഉദ്ദേശിച്ചത്. ആ ടിഷ്യൂവിൽ തന്നെ നമ്മൾ ഇതൊന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. ഇന്ന് തന്നെ യൂസ് ചെയ്യാം, പക്ഷേ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കുമ്പോൾ അത് കേടരാതെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോ അതല്ലെങ്കിൽ ഒരു കവറിലോ ആക്കിയിട്ട് ഒന്ന് വെയിലത്തേക്ക് കൊണ്ടുവെക്കാം. ബാത്റൂം ക്ലോസറ്റ് മാത്രമല്ല, നമുക്കിതുപോലെ ഇവിടെ വാഷ് ബേസിനിലും ഇതൊരെണ്ണ ഇട്ട് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് ഒന്ന് കുറച്ച് വെള്ളം നിറക്കണമെന്ന് മാത്രം. വാഷ് ബേസിനാവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിവായി പോകുന്ന ഭാഗത്ത്
എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും കൊണ്ട് മറച്ച് വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് മക്കളുടെ ബാത്റൂമാണ്, വല്ലാതെ അഴുക്കായിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ അവരോട് പറയാം, നമ്മൾ ഒരു 3 എണ്ണം ആണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് ഇടേണ്ടത്. വിനിഗറും പൗഡറും ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബാത്റൂമിൻ്റെ ഒരു ഫ്രഷ് സ്മെല്ല് നിലനിർത്താനും കൂടെ ഇത് ഹെൽപ്പാണ്. ഒരുപാട് അഴുക്കുണ്ടാകുമ്പോൾ മാത്രം ചെയ്യാമെന്നല്ല, നമുക്ക് എപ്പോഴും ബാത്റൂം ക്ലീനറായിട്ട് യൂസ് ചെയ്യാം. ഇതിട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുന്ന ടൈമിൽ തന്നെ ടോട്ടൽ ഇതിങ്ങനെ പതഞ്ഞ് കലങ്ങി കിടക്കും. അപ്പോൾ ഇങ്ങനെ ആവുന്നത് കണ്ടാൽ നമ്മളൊന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി. ബ്രഷോ കയ്യോ ഒന്നും വേണ്ട. ഒന്ന് ഫ്ലഷ് ചെയ്യുന്ന ടൈം മാത്രം മതി, നമ്മുടെ ബാത്റൂം കുട്ടപ്പനാവും. ഇതൊരുപാട് പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കണം. ഇനി ഇത് വല്ലാതെ അഴുക്കായിട്ടുള്ള ബാത്റൂമിൽ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും വീട് ഒരുപാട് വലുതാവും, പക്ഷെ അതിൽ 4 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മിക്കവാറും മുകൾ ഭാഗത്തുള്ള ഗസ്റ്റ് റൂം എല്ലാം വല്ലാതെ യൂസ് ചെയ്യാറുണ്ടാവില്ല. ഇത് അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യാത്തൊരു ബാത്റൂമാണ്. ഈ റൂമിൽ വൈസ്കാക്കയുടെ ഏട്ടനും ഭാര്യയൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ അവർ വേറെ വീടെടുത്ത് മാറിയപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഞാൻ ഈ ഭാഗത്തേക്ക് പോകാറുള്ളൂ. താഴെ 2 ബാത്റൂമും മുകളിൽ വേറെ 2 ബാത്റൂമും ഉള്ളതുകൊണ്ട് തന്നെ ആ ഭാഗമാണ് എടുക്കാറുള്ളത്. വല്ലാതെ അഴുക്കായിട്ടുള്ള ആ ബാത്റൂം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ടിഷ്യൂ പോകുമ്പോൾ ഒരു 3 എണ്ണം എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഞാൻ ബാക്കി വെച്ച ആ വെള്ളത്തിലേക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കുറച്ച് മുട്ടത്തോട് നമ്മൾ മിക്സിയിൽ ഇടാതെ കുറച്ചൊരു കൈ കൊണ്ട് തുരുമ്പിയിട്ട് വെക്കണമെന്ന്. അത് ഇതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. അത് ഈ അഴുക്കായി കിടക്കുന്ന അതിങ്ങനെ നമുക്ക് കൂടുതൽ പൊടിയായിട്ട് കിടക്കുന്ന ഈ ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഞാൻ ഇത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഉള്ളിച്ചാക്കിൻ്റെ വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഉള്ളിച്ചാക്ക് വീട്ടിലുള്ളവരാരും അത് കളയണ്ട, അത് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഞാനത് ഒഴിവാക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കാലുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമ്മളൊരു ഇത്തിരി വെള്ളം താഴെ വീണാൽ അത് എങ്ങനെയോ കാലുകൊണ്ട് തുടക്കുകയെന്ന് വെച്ചാൽ അതുപോലെ ഒരു ജസ്റ്റ് ഒരു പുഷിങ് കൊടുത്താൽ മാത്രം മതി. ബ്രഷ് കൊണ്ട് വരക്കുക ഒന്നും വേണ്ട. കണ്ടു നോക്ക്. നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെയ്യുന്നത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഡ്യൂട്ടീസിനെല്ലാം പോവാം. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ടോട്ടൽ ബാത്റൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഇപ്പോൾ തന്നെ മാറ്റം കാണുന്നുണ്ട്. നമ്മുടെ ടിഷ്യൂ പോകുമ്പോൾ ഇവിടെ വെള്ളത്തോട് ചേർന്നിട്ടുണ്ട്. അത് അലിഞ്ഞില്ലാതാവുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ കറകളെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യത്യാസം ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലഷ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാം വീഡിയോസ് ഷെയർ ചെയ്യുക. 13K ആയിട്ടുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇനി ഇതുപോലൊരു കിടിലം വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.